നമുക്കിന്ന് ഒരു നാടൻ പലഹാരം ഉണ്ടാക്കാം. നാടൻ പലഹാരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് നമ്മുടെ പക്കവട. ചില സ്ഥലങ്ങളിൽ പക്കവട എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ പൊക്കവട എന്ന് പറയും. പിന്നെ പല സ്ഥലത്തും പല പേരാണ്. അപ്പോൾ ഇത് 2-3 രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ ഇതിപ്പോ നമുക്ക് വളരെ ഈസി ആയിട്ട് കടലമാവ് മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ അരിപ്പൊടി ആണെങ്കിലും വറുത്തരിപ്പൊടി ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു ട്രഡീഷണൽ റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വറുത്തരിപ്പൊടി ചേർക്കണമെങ്കിൽ വറുത്തരിപ്പൊടി ചേർക്കാം, ഇല്ലെങ്കിൽ കടലമാവ് മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിനനുസരിച്ച് വ്യത്യാസം വരും, വെള്ളത്തിന്റെ അളവിലും വ്യത്യാസം വരും. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ചായയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ TV കാണുമ്പോഴോ ഇല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൊണ്ടിരിക്കുന്ന ശീലമുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പോൾ ചില ആളുകൾ വെറുതെ പുറമെ വൈകുന്നേരം പുറത്തേക്കൊക്കെ നോക്കിയിരുന്നിട്ട് വെറുതെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ കുട്ടികളാണെങ്കിലും സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കുറയ്ക്കാൻ കൊടുക്കുക. അങ്ങനെയുള്ള സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള സ്നാക്കാണ്. ഈസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് കുറച്ച് സമയം എടുക്കും. കുക്കിംഗ് വളരെ ഈസിയാണ്. അതിന് മുന്നേ ഉള്ള സ്റ്റേജുകൾ കുറച്ച് സമയം എടുക്കുന്നതാണ്. ഓരോ കാര്യങ്ങളും നമ്മൾ അതാത് സമയത്ത് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഈസിയാണ്. പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മോശമായി പോവാത്തതാണ്. നമുക്കിപ്പോൾ 1-2 ആഴ്ച നമുക്ക് സൂക്ഷിച്ചു വെക്കാം. 2 ആഴ്ചയിൽ കൂടുതലൊന്നും ഒരു വീട്ടിൽ നമ്മൾ പക്കവട ഉണ്ടാക്കി വെച്ചാൽ ഇരിക്കില്ല, അത് വേഗം തീർന്നു പോകും. പക്കവട ഇഷ്ടമുള്ള ആളുകളാണ് നമ്മുടെ വീട്ടിലുള്ളതെങ്കിൽ ഉടനെ തന്നെ തീർന്നു പോകും. അപ്പോൾ ഈ ഒരു ട്രഡീഷണൽ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് കണ്ടിട്ട് അതിന്റെ അഭിപ്രായം പറയൂ. ഇഷ്ടമായോ, വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഉണ്ടാക്കി കൊടുത്തിട്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പക്കവടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, കടലമാവ്, കായം, പെരിഞ്ജീരകം പൊടിച്ചത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഈ അരിപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് 2 രീതിയിൽ പക്കവട ഉണ്ടാക്കാം. വറുത്തരിപ്പൊടി ഉപയോഗിച്ചിട്ടും പച്ചരിപ്പൊടി ഉപയോഗിച്ചിട്ടും. ഞാനിതിപ്പോൾ പച്ചരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 മണിക്കൂർ പച്ചരി വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം വെള്ളം മാറാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് എടുത്ത് വെച്ചു. ആ വെള്ളം മാറി കഴിഞ്ഞപ്പോൾ മിക്സിയിലെ ചെറിയ ജാറിൽ നമ്മൾ അപ്പത്തിൻ്റെ പാകത്തിൽ പൊടിക്കില്ലേ, അതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തു. ഒട്ടും തരിയില്ലാതെ പൊടിച്ചെടുക്കുക. ഇതുപോലെയാണ് നിങ്ങൾ അരിപ്പൊടി എടുക്കുന്നതെങ്കിൽ. അപ്പോൾ അരിപ്പൊടി പൊടിച്ചു വരുമ്പോൾ തരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ ഇത് 1 കപ്പ് പച്ചരിയാണ് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ 1 കപ്പാണ് കടലമാവ് എടുത്തിരിക്കുന്നത്. പക്ഷേ അരിപ്പൊടിയുടെ അളവ് കൂടുതലാണ്, പൊടിച്ചു വരുമ്പോൾ പൊടിയുടെ അളവ് കൂടും. പിന്നെ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. സാധാരണ മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ പക്കവടയ്ക്ക് കളർ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം. പിന്നെ വറുത്തരിപ്പൊടി എടുക്കാത്തതിൻ്റെ കാര്യം എന്താണെന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ വറുത്തരിപ്പൊടി എടുക്കുകയാണെങ്കിൽ നമ്മുടെ പക്കവട ഹാർഡായിപ്പോവും. എന്താണെന്ന് വെച്ചാൽ നല്ല ബലമുള്ള പക്കവടയായിപ്പോവും. അപ്പോൾ പക്കവട എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കഴിക്കുമ്പോൾ ഒരു ക്രിസ്പി ആയിരിക്കണം, പക്ഷെ അധികം ബലം പാടില്ല. അതുകൊണ്ടാണ് വറുത്തരിപ്പൊടി എടുക്കാതെ പച്ചരിപ്പൊടി എടുത്തത്. നിങ്ങൾക്കിപ്പോൾ വറുത്തരിപ്പൊടിയിലാണ് ചെയ്യാൻ താല്പര്യമെങ്കിൽ അതിൽ ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഏതാണെങ്കിലും അരിപ്പൊടിയും കടലമാവും മിക്സ് ചെയ്തെടുക്കാന്നേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റും അതുപോലെ തന്നെ കഴിക്കാൻ എളുപ്പവും ഈ പച്ചരിപ്പൊടിയിലായിരിക്കും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണ, ഉപ്പ്, ഇത് പൊടി കുഴച്ചെടുക്കാനുള്ള വെള്ളം. അപ്പോൾ ഞാൻ ആദ്യം ഈ അരിപ്പൊടിയിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കടലമാവ് ചേർക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കാം. ഇല്ല കളർ വേണ്ടാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ആണെങ്കിലും സാധാരണ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കായമാണ്. കായത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുമ്പോഴേ നമ്മുടെ പക്കവടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇത് ഓപ്ഷണലാണ്, താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. 1 ടീസ്പൂണാണ് പെരിഞ്ജീരകപ്പൊടി. അപ്പോൾ ഇത് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരിഞ്ജീരകം ചേർക്കുമ്പോൾ പക്കവടയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പക്കവടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ നമ്മൾ ഡയമണ്ട് കട്ട്സും അതുപോലെ തന്നെ മധുരസേവയൊക്കെ ഉണ്ടാക്കിയപ്പോൾ പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചാണ് കുഴച്ചെടുത്തത്. പക്ഷേ ഇത് പച്ചരിപ്പൊടി ആയതുകൊണ്ട് അധികം വെള്ളം വേണ്ട, വേഗം തന്നെ കുഴഞ്ഞു കിട്ടും. ഇപ്പോൾ നമ്മൾ വറുത്തരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഇതാവുമ്പോൾ കുഴയ്ക്കാൻ എളുപ്പമാണ്.
അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് വെള്ളം, നമ്മൾ പുട്ടുപൊടി നനയ്ക്കില്ല അതുപോലെ കുറച്ചായിട്ട് വെള്ളം തളിച്ച് നനച്ചെടുക്കുക. ആദ്യം നമ്മൾ ഈ പൊടിയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ഉപ്പും മുളക് പൊടിയും കായപ്പൊടിയും എല്ലാം ആയിക്കോളും. അതിന് ശേഷം നമുക്ക് വെള്ളം തളിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ പൊടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം തളിച്ചിട്ട് നനച്ചെടുക്കാൻ പോവാണ്. ആദ്യമേ തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും ഒന്നുകൂടി പറയുന്നത്. പിന്നെ ഇതിൽ വെള്ളം കൂടിപ്പോയി എന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് വരുമ്പോൾ വെള്ളം കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കടലമാവ് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ വറുത്തരിപ്പൊടിയിലാണ് ചെയ്യുന്നതെങ്കിൽ വറുത്തരിപ്പൊടി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ കുറച്ച് അരിപ്പൊടി ചേർക്കാം. ആദ്യം 1-2 ടേബിൾ സ്പൂൺ ചേർക്കുക, വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ നമ്മൾ പൊടികൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്ത് കുഴച്ചതിന് ശേഷം ഇനി വെളിച്ചെണ്ണ ചേർത്ത് കുഴച്ചിട്ട് വെള്ളം ആവശ്യമാണെങ്കിൽ ചേർക്കുകയുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ കൂടുതൽ വെള്ളമൊഴിച്ച് കറക്റ്റ് പാകത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ആ പാകം തെറ്റിപ്പോവും. അതുകൊണ്ടാണ്. ഇത് നന്നായിട്ട് കുഴക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ പക്കവടയ്ക്കുള്ള മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പും 1 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്തു. വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്തു. ഇനിയിപ്പോൾ നമുക്കിത് ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ എണ്ണയൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പൊടി കുഴച്ചപ്പോൾ അതിൽ എണ്ണ മിക്സ് ചെയ്തല്ലോ, അതുകൊണ്ടാണ്. നമ്മൾ ഇപ്പോൾ കൈ ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ എങ്ങനെയാണോ നമുക്ക് ഫില്ല് ചെയ്യാൻ എളുപ്പം വെച്ചാൽ ഫില്ല് ചെയ്യുക. ഇതിന് ശേഷം നമുക്കിനി പക്കവട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നിങ്ങൾ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എണ്ണ ചൂടാക്കാൻ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ പൊടി കുഴച്ച് കഴിയുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് പക്കവട ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് കുറച്ചായിട്ട് പിഴിഞ്ഞ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിന് അധികം വീതി ഇല്ലാത്തതാണെങ്കിൽ കുറച്ചുകൂടി തിന്നായിട്ടുള്ള പക്കവട ആയിരിക്കും. എൻ്റെ ചില്ല് കുറച്ച് വീതിയുള്ള ചില്ലായതുകൊണ്ട് കുറച്ച് വീതിയുള്ള പക്കവടയാണ്. പിന്നെ ചില അച്ചിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഹോളുള്ള ചില്ലായിരിക്കും. ചില അച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ഇത് മാത്രമുള്ള ചില്ലായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന അച്ചനുസരിച്ച് വ്യത്യാസം വരും. ഇതുപോലെ 4 എണ്ണമുള്ള ചില്ലാണെങ്കിൽ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഒരുമിച്ച് തന്നെ പിഴിഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡിലേക്കും തിരിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിം ആവരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ വേഗം തന്നെ മാറിപ്പോവും. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ പക്കവട ഒടിഞ്ഞു വരും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പക്കവട പ്രസൻറ്റ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയല്ല, ചെറുതായിട്ടൊന്ന് ഒടിച്ചിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പക്കവട ഒടിഞ്ഞു വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് തിന്നായിട്ടുള്ള പക്കവട ആയതുകൊണ്ട് വേഗം തന്നെ കുക്കായി കിട്ടും, അധികം സമയം എടുക്കില്ല. കണ്ടോ, ഇപ്പോൾ തന്നെ കുക്കായി കഴിഞ്ഞിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണയിൽ നിന്ന് മാറ്റുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ ചെറിയ തരികളുള്ളതും കൂടി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ബാച്ച് പിഴിഞ്ഞെടുക്കുമ്പോൾ അത് നന്നായിട്ട് മൂത്ത് ആ ഒരു കളർ വ്യത്യാസം വരും. നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ പിഴിഞ്ഞെടുക്കാം. ഈ സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇതിങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പിഴിഞ്ഞെടുക്കുന്നു, ഫ്രൈ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എണ്ണ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവി അടിച്ച് കൈ പൊള്ളിക്കരുത്. ഇടയ്ക്കൊന്ന് കൈ മാറ്റി പിടിക്കുക. അപ്പോൾ നമ്മളിത് പിഴിഞ്ഞതിന് ശേഷം തിരിച്ചിടുക.
കുക്ക് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ പക്കവട പരിപാടി. അപ്പോൾ ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അവസാനം കറിവേപ്പില ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ പക്കവട ഇതുപോലെ ഒരു കിലുങ്ങുന്ന സൗണ്ട് ആയി തുടങ്ങുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ നമ്മുടെ പക്കവടയുടെ ലാസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി കറിവേപ്പില ഫ്രൈ ചെയ്യാൻ പോവാണ്. കറിവേപ്പില ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും നീങ്ങി നിൽക്കുക. എണ്ണ പൊട്ടിത്തെറിച്ച് നമ്മുടെ മുഖവും കൈയൊന്നും പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നീങ്ങി നിൽക്കുക എന്ന് പറഞ്ഞത്. ഈ കറിവേപ്പില ഒന്ന് ക്രിസ്പി ആയി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ കുട്ടികളാണെങ്കിലും സ്കൂൾ വിട്ട് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് പക്കവട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പക്കവട എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി അല്ലേ, അധികം സമയം വേണ്ട. നമ്മൾ 1 മണിക്കൂർ അരി വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഉണ്ടാക്കി കഴിഞ്ഞാലും കുറച്ച് ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമ്മൾ കടലമാവ് മാത്രം മിക്സ് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അധിക ദിവസം സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റില്ല, മോശമായി പോവും. പക്ഷെ അരിപ്പൊടി ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചധികം ദിവസം സ്റ്റോർ ചെയ്ത് വയ്ക്കാം. പക്ഷേ ഇതിപ്പോൾ പക്കവടയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പക്കവട ഇഷ്ടമുള്ള കുട്ടികളും അതുപോലെ വലിയ ആളുകളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അധിക ദിവസം ഒന്നും ഇരിക്കില്ല, വേഗം തന്നെ തീർന്നു പോകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കുക്കിംഗ് ഇഷ്ടമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. പിന്നെ കമൻറ്റ് ചെയ്യുക, അത് മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.